മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇപ്പോൾ കൊല്ലത്ത് അമൃതപുരിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിക്കാനാണ് അദ്ദേഹം കൊല്ലത്ത് അമൃതപുരിയിൽ എത്തുന്നത്. കൊല്ലത്ത് നിന്നും മനോജ് ഉണ്ട്. മനോജ്, 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇപ്പോൾ സർസംഘ ചാലക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം കേരളത്തിലെത്തിയതിന് പിന്നാലെ അമൃതപുരിയിലെത്തുന്നു, അമൃതാനന്ദമയി ദേവിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മറ്റ് ഈ യാത്രാ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ മനോജ്? ഇപ്പോൾ അമൃതപുരിയിലേക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അമൃതപുരിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ ഇവിടെ നിന്നും മുതിർന്ന കന്യാസ്ത്രീവര്യന്മാരും അതോടൊപ്പം തന്നെ ആശ്രമത്തിന്റെ മറ്റ് കാര്യകർത്താക്കളും സംഘത്തിന്റെ കാര്യകർത്താക്കളും ഒക്കെ ചേർന്ന് സ്വീകരിക്കും. എന്തായാലും ഇതിനുശേഷം മാതാ അമൃതാനന്ദമയി ദേവിയെ ദർശിച്ച ശേഷം അദ്ദേഹം താമസിച്ചതിന് ശേഷം അവിടെ നിന്നുമാണ് നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുക. എന്തായാലും സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30 എയർപോർട്ടിലേക്ക് എത്തിയ സർസംഘ ചാലക് വാഹനമാർഗമാണ് അമൃതപുരിയിലേക്ക് എത്തിയത്. അമൃതപുരിയിൽ 1 മണിക്കൂറോളം അദ്ദേഹം ചെലവഴിക്കും. അതിനുശേഷമാണ് തിരികെ മറ്റ് കാര്യങ്ങളിലേക്ക് മടങ്ങുക. എന്തായാലും ഇന്ന് മറ്റ് പരിപാടികളൊന്നുമില്ല, സ്വകാര്യ സന്ദർശനങ്ങൾ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളെയാണ് ഈ പ്രഭാഷണ പരിപാടി നടക്കുന്നത്. പരിപാടിയിൽ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ പങ്കെടുക്കും. അത്തരത്തിൽ പ്രമുഖ വ്യക്തികളോടുകൂടി തന്നെ അദ്ദേഹം സംവദിക്കും. അദ്ദേഹം കൃത്യമായും എന്താണ് സംഘത്തിൻ്റെ ചരിത്രത്താളുകൾ അല്ലെങ്കിൽ ഈ 100 വർഷം പിന്നിട്ടതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് സംവദിക്കുവാൻ ഒരു അവസരം കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകും. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കേരള സന്ദർശനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ സംഘ ശതാബ്ദിയോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും നടത്തി വരുന്ന പരിപാടികളുണ്ട്, ഈ വൈചാരിക സദസ്സുകളുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹവും എത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമൃതപുരിയിൽ. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ SPGയുടെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള സുരക്ഷയുണ്ട്. അതോടൊപ്പം നമുക്കിവിടെ കാണാൻ കഴിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ തന്നെ സ്വയംസേവകരായിട്ടുള്ള കാര്യകർത്താക്കൾ ഇവിടേക്ക് എത്തി കൃത്യമായും രക്ഷക വ്യവസ്ഥ പാലിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരവേറ്റത്. ഇരുവശങ്ങളിലും തീരുമാനിച്ചിട്ടുള്ള രക്ഷകന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പോകുന്നത് വരെ തന്നെ ഇവിടെ കാര്യകർത്താക്കൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ, പ്രാന്തീയ തലത്തിലുള്ള അതോടൊപ്പം തന്നെ ജില്ലാ കാര്യകർത്താക്കൾ എല്ലാവരും ഈ അമൃതപുരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാകും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും വലിയ ഒരു സന്തോഷം, അതായത് സംഘശതാബ്ദിയുമായി ബന്ധപ്പെട്ട് 100 വർഷത്തെ ഈ ഒരു ചരിത്രം അദ്ദേഹം കാര്യകർത്താക്കളോടുകൂടി പങ്കുവെക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സന്തോഷം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യകർത്താക്കൾക്കുണ്ട്. കാരണം കേരളത്തിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ സംഘം തുടങ്ങിയത് മുതൽ, അതായത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇങ്ങോട്ട് വന്ന വഴികളൊന്നും തന്നെ ഈ പട്ടുമെത്ത വിരിച്ച പരവതാനിയിൽ കൂടെ ചവിട്ടി വന്ന വഴികളല്ല. സംഘം എന്നും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലടക്കം ഇത്തരത്തിൽ പടർന്നു പന്തലിച്ചത്. ഇന്നൊരു വടവൃക്ഷം പോലെ സംഘം പടർന്നു പന്തലിച്ച് നിൽക്കണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യകർത്താക്കളുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു മണ്ണിലേക്കാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘ ചാലക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്ത പരിപാടികളുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ എത്തുമ്പോഴും ഈ 100 വർഷം പിന്നിടുന്നത് സ്വാഭാവികമായും സംഘത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം, ഓരോ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വമാണ് അദ്ദേഹത്തെ വരവേൽക്കുന്നത്. കാരണം ഞാൻ മനോജ് പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശനങ്ങളും ഓരോ സ്വയംസേവകരിലും അഭിമാനമുണർത്തും. അത് ഈ നാട്ടിലെ ദേശസ്നേഹികളായ എല്ലാ മനുഷ്യരെയും അത് അഭിമാനത്തിലാഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ഇന്നെത്തിയത്. അതിന് പിന്നാലെ അദ്ദേഹം അമൃതപുരിയിലെത്തി അമ്മയെ സന്ദർശിക്കുകയാണ്. ഇനി നാളെ അത് തിരുവനന്തപുരത്തടക്കം സംഘശതാബ്ദിയുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും മനോജ്.